മാൻവേക്കുള്ള ഒരു ഭയങ്കര ഇത് വരുന്നത് ജാപ്പനീസ് ഒറിജിനൽ ആനിമയുടെ ഒരു ഡിക്ലൈൻ എന്നുള്ളൊരു സാധനം നമുക്ക് പറയാൻ പറ്റുമോ? കാരണം ജാപ്പനീസ് ഒറിജിനൽ ഈ പറഞ്ഞ ഒന്നും നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോഴും പഴയ സാധനങ്ങളുടെ ബലത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സംസ്കാരിക ഷിനിഗാമി സ്റ്റുഡിയോസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇസ് മാൻവ റെക്കമെൻഡേഷൻസ് ഇഫ് യു ലൈക്ക് സോളോ ലെവലിംഗ്. സോളോ ലെവലിംഗ് താല്പര്യമുള്ള മാൻവയിലോട്ട് കടന്നിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട് എന്നത് വളരെ വ്യക്തമായും ശക്തമായും അറിയാമെന്നുള്ളത് കൊണ്ട് അത് താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ സൈഡിൽ നിന്ന് റെക്കമെൻഡേഷൻ എപ്പിസോഡാണ്. സോ വീവ് ക്യൂറേറ്റഡ് എ ടോപ്പ് 10 ലിസ്റ്റ് ദാറ്റ് യു ക്യാൻ വാച്ച്, ലൈക്ക് യു ക്യാൻ റീഡ്. എല്ലാം കണക്കാണ്, അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല. പിന്നെ ഇറങ്ങാൻ പോണത് ആനിമയായിട്ട് ഇറങ്ങാൻ പോണതും കൂടെ പറയാ. അനിമേറ്റ് ഇറങ്ങാൻ പോണത് മാൻവ അഡാപ്റ്റേഷൻസ് വരുന്നത് ടിബേറ്റ് ഓർവി മാത്രമേ ഉള്ളൂ. ഇനി അപ്കമിങ് സംതിങ് അല്ല. ഇപ്പൊ എനിക്ക് മാൻവ വായിക്കാൻ വയ്യാത്തോണ്ടാണേ മടി. അതെ, പക്ഷെ മാൻ വായിക്കാൻ സുഖമുള്ള പരിപാടിയുള്ള കാര്യം പറയാലോ. അത് തന്നെ ഒറ്റ ഫ്ലോയിൽ അങ്ങ് പോകും. സത്യം, കളർഫുൾ ഉള്ളത് പറയാലോ. അതൊക്കെ മറ്റേ ഇങ്ങനെ പേപ്പർ തിരിച്ച് വായിക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്. സ്ക്രീനിൽ നോക്കി നോക്കി മടുത്തടി. ഇതിങ്ങനെ ഇല്ല, ഇതിങ്ങനെ അങ്ങ് വായിച്ചങ്ങ് പോയാൽ മതി, സുഖം. മടുത്ത്. ഓക്കെ, സോ ടോപ്പ് 10 അനിമെ ലൈക്ക് മാൻവ റെക്കമെൻഡേഷൻ ബയസ്. അതിൽ ഫസ്റ്റ് ഇസ് ഒംനിസെന്റ് റീഡേഴ്സ് വ്യൂ പോയിന്റ്. ഒംനിസെന്റ് റീഡേഴ്സ് വ്യൂ പോയിന്റ്. കിം ഡോഗ്ജ എന്ന് പറഞ്ഞ മെയിൻ ക്യാരക്ടർ ഉണ്ട്. അവൻ്റെ വളരെ ദാരിദ്ര്യം പിടിച്ചൊരു ജീവിതമാണ്. അപ്പോൾ അവൻ ആകെ ഉള്ളൊരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോവലാണ്. വേറെ ആരും വായിക്കാത്ത വളരെ ചുരുക്കം ഹാൻഡ്ഫുൾ ഓഫ് ആൾക്കാർ മാത്രം വായിച്ചു കൊണ്ടിരുന്ന ഒരു നോവലാണ്. ഓതർ പിന്നെ ഇവന് വേണ്ടി മാത്രം എഴുതി ഒരു ദിവസം ഈ നോവൽ അങ്ങ് നിൽക്കും. അവൻ്റെ ലൈഫിൽ അത് മാത്രമേ എന്തെങ്കിലും പ്ലസൻ്റ് ആയിട്ടുള്ളൂ. ആ നോവൽ വായിക്കലാണ് അവൻ്റെ എസ്കേപ്പ്. ഒരു ദിവസം ഈ നോവൽ അങ്ങ് നിൽക്കും. പിന്നെ ഈ നോവലിലെ കാര്യങ്ങളിൽ റിയാലിറ്റി ആവും. എങ്ങനെ ആ നോവലിലെ കാര്യങ്ങൾ റിയാലിറ്റിയിൽ മാനിഫെസ്റ്റ് ചെയ്യും. ഓൾമോസ്റ്റ് ഫാൻറ്റസി സംഭവമാണ്. നോവലിലെ കാര്യങ്ങളെല്ലാം എക്സാക്ട്ലി വേർഡ് ഫോർ വേർഡ് ചാപ്റ്റർ 1 തൊട്ട് മാനിഫെസ്റ്റ് ചെയ്യും. വേറെ ക്യാരക്ടർ വരുന്നു, മറ്റേ വില്ലൻസ് വരുന്നു, എനിമീസ് വരുന്നു, ലെവേത്തൻസ് വരുന്നു, ഗോസ്റ്റ്സ് വരുന്നു, പിന്നെ മറ്റേ സ്റ്റാർസ് സാധനങ്ങളൊക്കെ വരുന്നു. എല്ലാം നോവലുള്ള പോലെ വരും. ഇവന് മാത്രമേ എന്താണ് നടക്കുന്നത്, എന്താണ് നടക്കാൻ പോണെന്ന് അറിയാവൂ. ചീറ്റ് ബുക്ക് ഉണ്ട് കയ്യിൽ. യെസ്, പക്ഷേ അതുകൊണ്ടാണ് ഒംനിസെന്റ് റീഡേഴ്സ് വ്യൂ പോയിന്റ്. അതാണ് സംഭവം. പക്ഷേ ഇവനല്ല മെയിൻ ക്യാരക്ടർ. അതെന്ത് പരിപാടി? അതാണ് പരിപാടി, അതാണ് ട്വിസ്റ്റ്. ഇവനെപ്പോലെ ഇത്രയും മോറലി ഗ്രേ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ കണ്ടിട്ടില്ല പന്ന ചെറുകൻ. അപ്പോൾ ഇത് ഭയങ്കര നൈസ് റീഡാണ്. ലൈക്ക് ഒരു സെക്കൻഡ് ചാപ്റ്റർ തൊട്ട് നിങ്ങൾ മറ്റേ ഹുക്ക് എന്താണ് ക്യൂരിയോസിറ്റീസ് കുറേ പോകും. അടിപൊളി റീഡാണ്. ഒംനിസെന്റ് റീഡേഴ്സ് വ്യൂ പോയിന്റ് അതുപോലെ തന്നെയാണ്. സെക്കൻഡ് സജഷൻ നമ്മുടെ സോളോ മാക്സ് ലെവൽ ന്യൂബി, ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ്. സോളോ മാക്സ് ഇതിലോട്ട് വരാം. ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ്, കാരണം ഇതാണ് ഈ ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ളൊരു കിങ് ഉണ്ടായിരുന്നു. സോ ഫോർ മൾട്ടിപ്പിൾ റീസൺസ് പുള്ളിക്കാരൻ മരിച്ച് റീഇൻകാർണേറ്റ് ആർത്തർ എന്ന് പറഞ്ഞൊരു ബോയുടെ ശരീരത്തിൽ ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിൽ റീഇൻകാർണേറ്റ്. പക്ഷെ ആ കിങ്ങിൻ്റെ എക്സ്പീരിയൻസ് മെമ്മറി എല്ലാം ഈ ചേർക്കേണ്ട സോളിലുണ്ട്. അതാണ് ഈ ലോളിലോ ട്രാൻസ്ഫർ ആയി വന്നത്. പക്ഷേ ഇവിടെ മാജിക്കൽ ബീസ്റ്റും ഈ മറ്റേ സ്പെഷ്യൽ മാജിക്കും ഇസക്കായി സംഭവങ്ങളൊക്കെ എനിക്ക് ഇസക്കായാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ ഈ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ. ഈ ലൈഫ് എങ്ങനെ നാവിഗേറ്റ് ചെയ്യുന്നു, പാരൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉള്ള സംഭവമാണ് ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിൽ. പിന്നെ ഉള്ളത് സോളോ മാക്സ് ലെവൽ ന്യൂബി എന്നുള്ള സംഭവമാണ്. സോളോ മാക്സ് ലെവൽ ന്യൂബി ഈ സാധനമൊക്കെ ഞാൻ കുറച്ച് ഡ്രോപ്പ് ചെയ്തതാണ്. പക്ഷേ സോളോ ലെവലിങ്ങിൻ്റെ അല്ല, ഇസക്കായി ആണ്. ഇസക്കായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ക്യാരക്ടർ ഒരു നമ്മുടെ ഈ സംജിൻപൂർ ടവർ കയറിയില്ലേ, അതുപോലെ കുറെ ടവർ ട്രയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ലെവൽ ബൈ ലെവലില് ടവർ ട്രയൽസും. ഡഞ്ചൻ അല്ല, ഈ ഗെയിമാണ്. ഗെയിം കളിച്ച് ഈ സംഭവം ഭയങ്കര ബുദ്ധിമുട്ടായി കളിച്ച് ജയിച്ച് പോകുന്നു, തിരിച്ചു വരുന്നു, ലോഗൗട്ട് ചെയ്യുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഈ ടവറും സംഭവങ്ങളും എല്ലാം റിയൽ ലൈഫിൽ മാനിഫെസ്റ്റോ. അപ്പം ഗെയിമിലോട്ട് പോകുന്നതാണോ?
അല്ല, ടവർ റിയൽ ലൈഫിലോട്ട് പറഞ്ഞതാണ്. ആ സെറ്റിംഗ് റിയൽ ലൈഫിലോട്ട് വരുന്നതാണ്. അത് ഇവൻ നാവിഗേറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് സോളോ മാക്സ് ലെവൽ നൂബി എന്നുള്ള സംഭവം. അതിലും MC ഭയങ്കര ഓവർ പവർഡാണ്. പിന്നെ മറ്റേ എന്താ പറയുക, ക്യാരക്ടർ സ്റ്റോറി ലൈൻസ് ഒക്കെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. വെരി വൺ സൈഡാണ്. സോളോ ലെവലിംഗ് പോലെ തന്നെ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ റീഡ്. അത് കഴിഞ്ഞിട്ടുള്ളത് ഡൂം ബ്രേക്കർ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൂം ഗെയിമായിട്ട് എന്തെങ്കിലും അല്ല ഡൂം ബ്രേക്കർ അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് ദ ഡിസാസ്റ്റർ ക്ലാസ് ഹീറോ എന്നാണ് ഈ മാൻവയുടെ പേര്. ഇതും സെയിം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രൂട്ടൽ ബാറ്റിലാണ്. ഒരു മെയിൻ ക്യാരക്ടർ ഉണ്ടാവും, മരിക്കും, റീഇൻകാർണേറ്റഡ് ആവും. ഒരു 10 വർഷം റീഇൻകാർണേറ്റഡ് ആവും. എന്നിട്ട് 10 വർഷം മുമ്പ് സെയിം വേൾഡിൽ റീഇൻകാർണേറ്റ് ആവും. അതായത് പാസ്റ്റിലോട്ട് പോയിട്ട് ഈ സെയിം ഇൻഫർമേഷൻ വെച്ചിട്ട് ഈ നടക്കണ കാര്യങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. അത് സംഭവം. പിന്നെ റിട്ടേണേഴ്സ് മാജിക് ഷുഡ് ബി സ്പെഷ്യൽ. അത് തന്നെയാണെന്ന് തോന്നുന്നു. റിട്ടേണേഴ്സ് ഇല്ല, അത് അനിമേ ആവണേ ഉള്ളൂ. റിട്ടേണേഴ്സ് മാജിക് ഷുഡ് ബി സ്പെഷ്യൽ അനിമേ ആവണേ ഉള്ളൂ എന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. റിട്ടേണേഴ്സ് മാജിക് മാങ്ക അനിമേ ഉണ്ട്. അതാണെന്ന് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ സാധനം. ഈ പറഞ്ഞ പോലെ ഒരു ബാറ്ററിയിൽ നിന്ന് ഒന്ന് കാണിച്ച റിട്ടേണേഴ്സ് മാജിക് സീസൺ 1 ഇറങ്ങി അല്ലേ? സീസൺ 1 ഉണ്ട്. അതും കിടില മാൻവയാണ്. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. ഇതും സെയിം സംഭവം. 13 വർഷം പുറകിലോട്ട് പോയിട്ട് അവന്റെ എക്സിസ്റ്റിംഗ് ടീമിൻ മരിക്കാതിരിക്കാൻ വേണ്ടി എല്ലാരെയും മറ്റേ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അവരെ എങ്ങനെ ഒരുമിച്ച് മറ്റേ ട്രെയിൻ ദം മോർ ലൈക്ക് ഫ്യൂച്ചറിന് പ്രിപ്പയർ എങ്ങനെ ചെയ്യിപ്പിക്കാന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന സംഭവം. അത് ടെർമിനേറ്റർ സാധനം. യെസ്, സോർട്ട് ഓഫ്. റിട്ടേൺസ് മാജിക് സംഭവം ആ സെയിം ആണ്. ലെവലിംഗ് അപ്പ് വിത്ത് ഗോഡ്സും സെയിം സംഭവമാണ്. മറ്റേ എന്താ പറയാ, ദൈവങ്ങളും എല്ലാം ഉള്ളതും ടവർ ക്ലൈംബ് ചെയ്യണ പരിപാടിയാണ്. റാഗ്നറോക്ക് പോലെ, പക്ഷേ ടവർ ക്ലൈംബിങ് പരിപാടിയാണ്. ലെവൽസ് വെച്ച് ക്ലൈംബ് ചെയ്യുന്നു. എന്നിട്ട് ഇവ മറ്റേ ടവർ കയറി പോണ സമയത്ത് പറ്റിച്ച് കൊല്ലുന്നു. സെയിം എക്സ്പീരിയൻസും മെമ്മറീസും വെച്ചിട്ട് ഇവൻ തിരിച്ചു വരുന്നു ബാസിലോട്ട്. വീണ്ടും ഒന്നേന്ന് കയറുന്നു. ആ ഗെയിം പോലെ തന്നെ, പക്ഷെ സ്റ്റിൽ ഒരു സോളോ ലെവലിംഗ് ആസ്പെക്ട്, ഒരു ഗെയിം, ഒരു ടൈപ്പ് ഓഫ് വേൾഡ് ബിൽഡിംഗ് പരിപാടിയൊക്കെയാണ്. സോ ഇറ്റ്സ് റിയലി ഗുഡ് റീഡ് ഇഫ് യു വാണ്ട് ടു. അതുപോലെ തന്നെ വേറെ സാധനമാണ് ടോംബ് റൈഡർ കിങ്. ഡഞ്ചൻസ് പോലെ ടോംബ്സും സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി മുളയ്ക്കുന്നു. ഇത് റെയ്ഡ് ചെയ്യാൻ പോകുന്ന ഒരുത്തൻ, അവിടെ മറ്റേ സ്പെഷ്യൽ ആർട്ടിഫാക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും, പവറൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇവനെ പറ്റിച്ച് ഒരുത്തൻ ചതിച്ച് കൊല്ലുന്നു. അപ്പം ചതിച്ച് കൊന്നിട്ട് പിന്നെ അവനൊരു 10-15 വർഷം പുറകിൽ വരും. എന്നിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഫ്യൂച്ചർ എല്ലാവർക്കും ഒരു സേവ് പോയിന്റ് ഉണ്ടല്ലേ? സേവ് പോയിന്റ് ഉണ്ട്. എനിക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ അതുപോലെ VR ഗെയിമിനകത്ത് പോയിട്ട് ആ എക്സ്പീരിയൻസ് കൊണ്ട് റിയൽ ലൈഫിൽ പറഞ്ഞ സാധനമാണ് മുറിം ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ മറ്റേ മുറിം വേൾഡ് ആ സംഭവം അതൊരു സബ് ജോൺറയാണ് മാൻവയിലുള്ളത്. അപ്പൊ അതുപോലെ VR ഗെയിമിൽ പോയി VRMMORPG സെയിം സീനാണ്. മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ച് മാർഷൽ ആർട്സിന്റെ സ്ട്രെങ്ത്തിന് മറ്റേ റിയാലിറ്റിയിൽ ആ പവറൊക്കെ ട്രാൻസ്ഫർ ആയി കിട്ടും. അത് റിയൽ വേൾഡ് യൂസ് ചെയ്യും. അതേപോലെ ട്രാൻസ്ഫർ ആവും. അപ്പൊ റിയൽ വേൾഡിൽ ഡഞ്ചൻസും ഹണ്ടേഴ്സും ബീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ VR എക്സ്പീരിയൻസ് ഇവിടെ കിട്ടുമ്പോൾ അവൻ അത് വെച്ച് റിയൽ ലൈഫ് നാവിഗേറ്റ് ചെയ്യും. ആണ് മുറിം വേൾഡ് എന്ന് പറഞ്ഞൊരു സംഭവം. പിന്നെ മെട്രിക്സ് പോലെ അടുത്തത് സിയോൾ സ്റ്റേഷൻ നെക്രോമാൻസർ. അതും മറ്റേ എന്താ പറയുക, ഈ ഡഞ്ചൻ, ഈ മറ്റേ മോൺസ്റ്റേഴ്സ് ഉള്ള വേൾഡ്, ആ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ കുറച്ച് ആൾക്കാർക്ക് ഹണ്ടേഴ്സായിട്ട് എന്താ പറയുക ഇവോൾവ് ആകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുത്തനാണ് ഈ നമ്മുടെ മെയിൻ ക്യാരക്ടർ കാങ് എന്ന് പറഞ്ഞിട്ട്. സെയിം സംഭവം ഹണ്ടേഴ്സ് പോലെ തന്നെയാണ്. ഈ ഹണ്ടേഴ്സിൽ നമ്മുടെ മറ്റേ സംജിനുവിന് സബ് ക്ലാസ് ഉണ്ടല്ലോ, മേജ് പോലെ, ഇവൻ നെക്രോമാൻസറാണ്. നെക്രോമാൻസറായിട്ട് ഇവൻ മറ്റേ വേൾഡ് നാവിഗേറ്റ് ചെയ്യുന്നു. ഡഞ്ചനിൽ കാര്യങ്ങളൊക്കെ ഫൈറ്റ് സംഭവങ്ങളൊക്കെ വരുന്നു. അങ്ങനെ ഹി ഗോസ് ഓൺ ടു. അവിടുത്തെ ഒരു മെജോറിറ്റി സാധനങ്ങളും ഹണ്ടർ ഫോക്കസ്ഡ് ആയിട്ടുള്ളതാണ്. ഹണ്ടറും മറ്റേ ലെവൽസും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഹണ്ടേഴ്സ് ലെവൽസ് ബേസിക്കലി ഇതല്ല, അതിനെ ബേസ് ചെയ്തിട്ടുള്ള. പക്ഷെ വേറെ കുറെ സാധനങ്ങളുണ്ട്. ദർ ആർ ലോട്ട് ഓഫ് അതർ മാൻവാസ് ആസ് വെൽ. ഇഫ് സോളോ ലെവലിംഗ് കാറ്റഗറി ഈ മറ്റേ ഓവർ പവേർഡ്
പവർഫുൾ ആയിട്ടുള്ള MCs, പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഈ മറ്റേ ഭയങ്കര റൂത്ത്ലെസ് ആയിട്ടുള്ള പ്രൊട്ടാഗനിസ്റ്റ് ഒക്കെ ഉള്ള സ്റ്റോറീസ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇഫ് യു വോണ്ട് ടു റീഡ് യു ക്യാൻ റീഡ് ദിസ്. അതങ്ങനെയുള്ളൂ, അതായത് നത്തിങ് ടു സ്പെസിഫിക് അബൌട്ട് ഇറ്റ്. പിന്നെ വേറൊരു ഓണററി മെൻഷനാണ് നാനോ മെഷീൻ എന്ന് പറയുന്നത്. നാനോ മെഷീൻ. സോ നാനോ മെഷീൻ ഓൾസോ സിമിലർ തിങ്. അതിൽ ഇവൻ്റെ ഭയങ്കര എന്താ പറയുക വീക്കായിട്ടുള്ള ബോഡി, സെൽഫ്, സൈബർനെറ്റിക്സ്, നാനോബോട്ട്സ്, വീക്കായിട്ടുള്ള സെൽഫ് ഇങ്ങനെ എല്ലാവരും ബുള്ളി ചെയ്ത് ഇവനെ മറ്റേ നരകിച്ച അവസ്ഥയിലാണ് അവൻ അലയൻസ് ഉള്ള വേൾഡിൽ ജീവിക്കുന്നത്. ഇവൻ മറ്റേ കിങ്ങിൻ്റെ ബാസ്റ്റേഡ് സണ്ണാണ്. അപ്പോൾ എല്ലാ ക്ലാനിലുള്ള ആൾക്കാർക്കും ഇവന് ഭയങ്കര ദേഷ്യമാണ്, ഇവൻ എങ്ങാനും പവർ കിട്ടി പോയാലോ എന്ന് പേടിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഇവനെ ബുള്ളി ചെയ്ത് പീഡിപ്പിച്ച് ടോർച്ചർ ചെയ്ത് വഴിയിൽ മരിക്കാറായി കിടക്കുമ്പോഴത്തേക്കും ഫ്യൂച്ചറിന്ന് ആരോ ഇവൻ്റെ ഫ്യൂച്ചർ സെൽഫോ എന്തോ വന്നിട്ട് നാനോ ബോട്ട്സ് ഇവൻ്റെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്തിട്ട് പോകും. പിന്നെ ഈ നാനോ ബോട്ട്സിൻ്റെ കളിയാണ്. ഇവൻ മറ്റേ ഈ സോൾ അസെൻഷൻ, മറ്റേ സ്പിരിറ്റ് ലെവൽ വാരിയറൊക്കെ ആവുന്നു, സോഡൊക്കെ യൂസ് ചെയ്യുന്നു. പിന്നെ മറ്റേ ആളെ കത്തിക്കാറാണ്, എല്ലാവരും കൈവെട്ടുന്നു, തലവെട്ടുന്നു, മിലിറ്ററി സ്ട്രാറ്റജി പരിപാടിയൊക്കെയാണ്. സോ ഇഫ് യു ലൈക്ക് റീഡിങ് ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റഫ്, നോ ജഡ്ജ്മെൻറ്റ്, ഗോ ഫോർ ഇറ്റ്. ഞാൻ വായിച്ചാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ദീസ് ആർ ദ കൈൻഡ് ഓഫ് മാൻവാസ് ഐ വുഡ് റെക്കമെൻഡ്. നീ കുറേ നേരം കൊണ്ട് മിണ്ടാതെ ഇരിക്കണം. എനിക്ക് ഒന്നും അറിയാൻ, സോറി, എനിക്കും പിന്നെ പ്രത്യേകിച്ചൊന്നും അറിഞ്ഞില്ല, ഞാൻ ചോദിക്കും, അത്രേ ഉള്ളൂ. മറ്റേ ഫാസിൽ ഇന്റർവ്യൂ അതേപോലെ എനിക്കറിയാം. മാൻവാസ് ആർ നോട്ട് ടു വെൽ നോൺ. ഞാൻ അവിടെ എടുത്തു ചോദിക്കുന്നത്, ഇപ്പൊ മാൻവേക്കുള്ള ഒരു ഭയങ്കര ഇത് വരുന്നത് ജാപ്പനീസ് ഒറിജിനൽ ആനിമയുടെ ഒരു ഡിക്ലൈൻ എന്നുള്ളൊരു സാധനം നമുക്ക് പറയാൻ പറ്റുമോ? കാരണം ജാപ്പനീസ് ഒറിജിനൽ ഈ പറഞ്ഞ ഒന്നും നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നില്ല, ഇപ്പോഴും പഴയ സാധനങ്ങളുടെ ബലത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ OP എന്ന് ഞാൻ പറയുന്നില്ല, അത് അവിടെ അതൊരു വേറെ ലീഗ് ഓൺ ഇറ്റ്സ് ഓൺ ആണ്. ഡ്രാഗൺ ബോൾ ഡൈമ, ജോജോസ്, നമ്മുടെ പോട്ട് ഫയർഫോഴ്സ്, അത് പുതിയതിന് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല ബിക്കോസ് ദർ ഇസ് എ ലോട്ട് ഓഫ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, പക്ഷേ പുതിയ അനിമയ്ക്ക് ഡീമൺ സ്ലെയർ പുതിയ അനിമയാണല്ലോ, JJK പുതിയ അനിമയാണല്ലോ. ഈ മാൻവ ഈ സാധനങ്ങളൊക്കെ പഴയതും പുതിയതും കുറേ സാധനങ്ങളുണ്ട്. ഇതിന് പോപ്പുലാരിറ്റി കിട്ടി വളർന്നു വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഈ അനിമയുടെ മാങ്കയുടെ ഡിക്ലൈൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ദി ഡിക്ലൈൻ. ഞാൻ ഈ ഇടയ്ക്ക് ഇപ്പൊ ഈ ഇറങ്ങുന്ന കുറച്ച് ഇസേക്കായ് സാധനങ്ങൾ അങ്ങനെയുള്ള എല്ലാം ഉണ്ടല്ലോ, കൂടുതൽ ഇസേക്കായ് തീമാണ് ഇപ്പൊ ഇറങ്ങുന്നതെല്ലാം. എല്ലാം മറ്റേ റെപ്പറ്റീഷൻ ഉണ്ട്, പക്ഷേ കുറെയൊക്കെ മറ്റേ ഊള റെപ്പറ്റീഷൻ, എന്തിനോ വേണ്ടി ചെയ്യുന്നു. കാഗുറാബാച്ചി ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഓക്കെ, പിന്നെ മറ്റേ ഇപ്പം ഇറങ്ങാൻ പോണ ഡാർവിൻ ഇൻസിഡന്റ് ഗാച്ചിയാഗൂത്ത പുതിയ സാധനമാണല്ലോ. ദാറ്റ് ഓൾസോ ഡിഡ് എ റിയലി ഗുഡ് ജോബ്. അപ്പം അങ്ങനെ പുതിയ സാധനങ്ങളുണ്ട്, പക്ഷേ മാൻവയുടെ അത്രയും വോളിയം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. ദാറ്റ്സ് വൺ തിങ്. കാരണം മാങ്ക പോലെ അല്ല മാൻവ, ഭയങ്കര ചെറിയ ഫ്രെയിംസും. അപ്പം അത് നമ്മുടെ ഇവിടെ എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യണത്? ഇവിടെ എന്തായാലും ആനിമേ കൾച്ചർ ഇപ്പോൾ പോപ്പപ്പ് ചെയ്ത് വരുന്നല്ലോ. ഇവിടെ അപ്പം മാങ്കയ്ക്കാണോ മാൻവയ്ക്കാണോ പൊട്ടൻഷ്യൽ? മാങ്ക. കാരണം പലരും ആനിമയിൽ നിന്ന് ഇപ്പം മാങ്കയിലേക്ക് ചേഞ്ച് ആയി വരുന്നതേ ഉള്ളൂ. അങ്ങനെ ചേഞ്ച് ആയിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ എളുപ്പം എന്നുള്ള രീതിയിൽ മാൻവ കൊണ്ട് കൊടുത്താൽ മടിയന്മാരാണ്, ഞാൻ ഇൻക്ലൂഡിങ്. അത് തന്നെ I prefer manhwa over manga any day. I prefer manhwa over manga any day. But the thing is, അങ്ങനെ ഒരു 0 or 1 കോൺട്രാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. അങ്ങനെ പറ്റൂല. അതല്ല ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ 2020 കോവിഡ് സമയത്തല്ലായിരുന്നു മാൻവയുടെ റൈസിങ്, ആനിമയുടെ റൈസിങ്. അപ്പോൾ ഒരു 22-23 ഒക്കെ ആയപ്പോഴാണ് പലരും ഒരുവിധം ഉള്ള എല്ലാ ആനിമയും ഇങ്ങനെ കണ്ടു തുടങ്ങുന്നു. ഇല്ല, അങ്ങനെ കണ്ടൊരു ഇതായത്. എന്നിട്ട് അവർ പലരും മാങ്കയിലേക്ക് കാലുകുത്തി. ഇപ്പം ഇനി മാൻവയിലേക്ക് പോകുന്നതേ ഉള്ളൂ. അല്ല, അവിടെ നമ്മളുടെ ഓക്കെ ഇല്ല, കൊറോണ ആൾക്കാരും ഓക്കെ, പക്ഷെ ഞാൻ അവരെ അല്ല പറയണത്. അതിനു മുമ്പുള്ള ഇപ്പം പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. ഓക്കെ, നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന സർക്കിള് വേറെ, പക്ഷെ ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ആനിമയിലോട്ടും ഇതിലോട്ടും വരുന്ന ആൾക്കാരുടെ സർക്കിള് വേറെയാണ്. അവർ ട്രെൻഡ് അനുസരിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അതാണ് പറഞ്ഞത്, ഈ ട്രെൻഡ് തന്നെയാണ് കുറച്ച് ആൾക്കാർ പിന്നെ അങ്ങോട്ട് ഫോളോ ചെയ്യുന്നത്. ഇപ്പം
പുതിയ പിള്ളേർ വന്ന് മാൻവ കൊള്ളാം എന്ന് പറയുമ്പോൾ ഏത് മാങ്ക ആളായാലും ഇത്രയും പറയല്ലേ നോക്കാമെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഓക്കെ മാൻവ കുറച്ചുകൂടെ ഓക്കെ കൊള്ളാം കുഴപ്പമില്ല മാൻവയിലോട്ട് തിരിഞ്ഞ്. ഞാൻ അതാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ. We don't know for sure. So comment down if you like manga or manhwa the most. And ഇത് നിങ്ങൾ നമ്മുടെ സജഷൻസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് we are not sure. If വായിച്ചിട്ടുണ്ടെങ്കിൽ comment which one you like the most. And do give your recommendations also if you have suggestions as well. And that's it. Like, share, subscribe, let your friends know and all of that. So ബാക്കി പിന്നെ കാണാം. Bye. Bye.